നമസ്കാരം. മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് ഉത്സവങ്ങൾ. നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് അമ്പലങ്ങളുണ്ട്, പള്ളികളുണ്ട്. പള്ളി പെരുന്നാളിനും അമ്പലങ്ങളിൽ ഉത്സവങ്ങളും ഒക്കെ ആഘോഷം, പ്രത്യേകിച്ചും കൊറോണയ്ക്ക് ശേഷം കളറാക്കി തന്നെയാണ് എല്ലാവരും പങ്കെടുക്കുന്നത്. എന്നാൽ അതിന്റെ ഒരു മട്ടും നടപ്പും ഒക്കെ നല്ല മാറ്റങ്ങളുണ്ട് ഇന്ന്. പക്ഷെ എങ്കിലും നമ്മൾ ഒരു അമ്പലത്തിൽ ഉത്സവം അറിയുന്നത് എല്ലായ്പ്പോഴും ആ നാട്ടിലെ ആർച്ച് വെക്കുന്നു. നമ്മളൊരു നാട്ടിൽ പോകുമ്പോൾ അവിടെ മഹോത്സവമാണെന്ന് പറഞ്ഞ് ഇന്ന ദിവസം വരെ അതിന്റെ മൊത്തത്തിൽ ഒരു മെനു അല്ല, അതിന്റെ അവരുടെ കാര്യപരിപാടികളുടെ ഒരു ചിത്രം അവർ ഒട്ടിക്കുന്നു. അങ്ങനെ നമ്മൾ അറിയുന്നു, നമ്മൾ ആ നാട്ടുകാരനല്ലെങ്കിൽ നമ്മൾ അങ്ങനെയാണ് അറിയുക. ഇതെന്താണ് ഇവിടെ മൈക്കും പാട്ടും? അതെ, മൈക്കും പാട്ടും പാട്ട് കാണും എല്ലായ്പ്പോഴും. അമ്പലത്തിന്റെ സൈഡിൽ എവിടെയെങ്കിലും ഒക്കെ ബോക്സ് ഒക്കെ വെച്ച് പാട്ടുകളാണ്. പക്ഷേ ആ പാട്ടുകൾ പലപ്പോഴും, ഇപ്പോഴെന്നല്ല പലപ്പോഴും ആ ചുറ്റിനും താമസിക്കുന്ന ആൾക്കാർക്ക് അരോചകമായി മാറാറുണ്ട്. അത് പള്ളിപ്പെരുന്നാളായാലും അമ്പലത്തിൽ ഉത്സവമായാലും. കഴിഞ്ഞ കുറച്ചിടെയായിട്ട് പോലീസുകാര് 10 മണിക്ക് ശേഷം ഒരു പരിപാടികളും നടത്താൻ സമ്മതിക്കാറില്ല. അതുകൊണ്ട് കൃത്യമായി നമുക്ക് കിടന്നുറങ്ങാൻ സാധിക്കും. ഇപ്പോൾ അഹാന കൃഷ്ണയുടെ ഒരു പോസ്റ്റാണ് വൈറലായിരിക്കുന്നത്. കാരണം അവരുടെ തൊട്ടടുത്ത് ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൽ നിന്ന് വരുന്ന പാട്ടുകൾ കൊണ്ട് ഒരാഴ്ചയായിട്ട് അഹാനയ്ക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, അഹാനയ്ക്ക് ഫോൺ ചെയ്യാൻ പറ്റുന്നില്ല, അഹാനയ്ക്ക് ഒന്നും തന്നെ പറ്റുന്നില്ല. ഇത് അഹാന കൃഷ്ണ മാത്രം പറയുന്ന ഒരു പ്രശ്നമല്ല. നമ്മൾ മലയാളികളാണ്, അല്ലെങ്കിൽ നമ്മൾ കേരളത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ ചുറ്റിനും 1-2 അമ്പലങ്ങൾ എല്ലാ വീടിനടുത്തും ഒക്കെ ആയിട്ട് കാണും. ഒരുപാട് അമ്പലങ്ങളുള്ള നാടായത്. പക്ഷെ അത് ഹിന്ദുക്കളെന്നോ മുസ്ലിങ്ങളെന്നോ ക്രിസ്ത്യൻസോ ഒന്നും ഇല്ല. ചെവിയും കേൾവിശക്തിയും അതിന്റെ ഒരു ഡെസിബിലും ഒക്കെ ഏകദേശം ഒരുപോലൊക്കെ ആയിരിക്കും. അത് ഉണ്ടാക്കുന്ന ശബ്ദ കോലാഹലവും മനുഷ്യർക്ക് അരോചകം എന്ന് പറയുന്ന ഒരു ഡെപ്തിൽ തന്നെ ആയിരിക്കും. അങ്ങനെ ഒരു സംഭവമാണ് അഹാന ഇവിടെ പങ്കുവച്ചത്. സത്യം പറഞ്ഞാൽ നമ്മൾ മലയാളികൾ പറയാൻ പലപ്പോഴും ആഗ്രഹിക്കുന്നത് കാരണം ഈ ശബ്ദ മലിനീകരണം കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകാറുണ്ട്. ഈ ഡീപ്പസ്റ്റ് ആയിട്ടുള്ള ഹോണടിയൊക്കെ നമുക്ക് കേട്ടാൽ നമ്മുടെ തലേന്ന് ചീവീട് പറന്നു പോകും. അതുപോലെ തന്നെയാണ് ഈ കോളാമ്പി വെച്ചുള്ള പാട്ട് അവസാനിച്ചെങ്കിലും ബോക്സ് വെച്ചുള്ള പാട്ടാണ് ഇപ്പൊ നടക്കുന്നത്. അപ്പൊ അഹാന രാവിലെ എഴുന്നേറ്റ് കേൾക്കുമ്പോൾ ഓക്കെ, നമ്മൾ അമ്പലത്തിലാണെങ്കിൽ അമ്പലത്തിലെ നല്ല ഏത് ദേവനാണോ ദേവിയാണോ അവിടെ ഇരിക്കുന്നത് അവരെ കുറിച്ചുള്ള പാട്ടുകൾ, അല്ലെങ്കിൽ പ്രഭാത ഭേരി, അല്ലെങ്കിൽ പ്രഭാതത്തിൽ കേൾക്കുന്ന ഈ ഉണർത്തു പാട്ടുകൾ, ദേവിയെ കുറിച്ചുള്ളതോ ദേവനെ കുറിച്ചുള്ളതോ, അല്ലെങ്കിൽ പള്ളി യേശുവിനെ സ്തുതിച്ചുള്ള പാട്ടുകളൊക്കെ നമുക്കറിയാം, നമുക്ക് കേൾക്കുന്നത് ഒരു സുഖമാണ്. പക്ഷേ പള്ളികളിൽ കേൾക്കുന്ന പാട്ട് ഈ പറയപ്പെടുന്ന പോലെ സറക്ക് വെച്ചിരിക്കെ, ഇറക്കി വെച്ചിരിക്കെ, വറുത്ത കോഴി മുളക് പോട്ട് വെച്ചിരിക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അത് കേൾക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാകത്തില്ല. കാരണം ഡപ്പാങ്കൂത്ത് പാട്ട്, പച്ചയ്ക്ക് പറയുവാണെങ്കിൽ ഡപ്പാങ്കൂത്ത് പാട്ടുകളാണ് ഇന്ന് ഉത്സവ സീസണുകളിൽ അമ്പലങ്ങളിൽ നിന്ന് കേൾക്കാൻ സാധിക്കുന്നത്. അതിനെ ലൈവായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് അഹാന കൃഷ്ണ. കാരണം അവര് അതിനകത്ത് അതിന്റെ ഓഡിയോ കേൾപ്പിക്കുന്നുണ്ട്. അവർ പറയുന്നുണ്ട് ഓക്കെ, ഒരു അമ്പലം എന്ന് പറയുമ്പോൾ നമ്മൾ ശരിയാണ്, അമ്പലത്തിൽ ആ ഒരു സുഖകരമുള്ള കുറച്ച് റൈംസോ വല്ല ഭക്തി ഗീതങ്ങളോ ഒക്കെ കേൾക്കുകയാണെങ്കിൽ ഓക്കെ, ഒരു സുഖമുണ്ട്. ഇത് അങ്ങനെയല്ല, കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ചയായിട്ട് രാവിലെ ഒരു 7 മണി തൊട്ട് അല്ലെങ്കിൽ 6:30 തൊട്ട് വൈകുന്നേരം ഒരു 9:30 വരെ ഈ പാട്ടാണ്, ഡപ്പാങ്കൂത്ത് പാട്ടുകൾ. മനുഷ്യരുടെ തല എങ്ങനെ ചെകിടിക്കാതിരിക്കും, അല്ലെങ്കിൽ ചെവി എങ്ങനെ പോകാതിരിക്കും എന്നാണ് അഹാന ചോദിക്കുന്നത്. ഇത് അഹാനെ പോലെ ഒരുപാട് പേര് ചോദിക്കാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ്. സത്യത്തിൽ ഇതിനും നല്ലൊരു നിയന്ത്രണം നമ്മുടെ നാട്ടിൽ വരേണ്ടതല്ലേ? 10 മണിക്ക് ശേഷം എല്ലാ കലാപരിപാടികളും സ്ട്രിക്റ്റ് ആയിട്ട് ഇന്ന് പോലീസ് വാച്ച് ചെയ്ത് നിർത്തുന്നുണ്ട്. പലയിടത്തും സംഘർഷങ്ങൾ നടക്കാറുണ്ട്, പല പള്ളികളിലും അമ്പലങ്ങളിലും ഒക്കെ. ഇത് ഞങ്ങളുടെ കരയാണ്, ഞങ്ങൾക്ക് അങ്ങനെ നടത്തിയേ പറ്റൂ എന്നൊക്കെ പറഞ്ഞിടത്തും പോലീസ് കണ്ണുരുട്ടി വരട്ടിയൊക്കെ പല പ്രോഗ്രാംസും നിർത്തിക്കളറാണ്. അതുകൊണ്ട് തന്നെ അമ്പലങ്ങളിൽ ഈ പടലപ്പടക്കങ്ങൾ തമ്മിലുള്ള അടിയും കാര്യങ്ങളൊക്കെ ഈ ഗാനമേളയുടെയും നാടകത്തിനിടയും ഒക്കെയാണ് നടക്കാറ് സാധാരണ. അതിനൊക്കെ നല്ലൊരു കുറവ് ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ കേൾക്കാറില്ല, ഉത്സവത്തിനിടയ്ക്ക് ഗുണ്ടയാൽ വെട്ടേറ്റു, സ്ത്രീകളെ ആക്രമിച്ചു, പുരുഷന്മാരെ തെറിവിളിച്ചു. അതൊക്കെ കുറയാൻ കാര്യം ഇരുട്ടിന്റെ മറയിൽ നടക്കുന്ന പല കാര്യങ്ങളും ഇപ്പോഴില്ല. കാരണം ഒരു 9 മണിയാകുമ്പോൾ എല്ലാ പരിപാടികളും, പള്ളിപ്പരിപാടിയായാലും അമ്പല പരിപാടിയായാലും വൈൻഡപ്പ് ചെയ്തേ പറ്റൂ. അതാണ് ഹൈക്കോടതി നിയമം. ഇനിയിപ്പോ ഇതിലേക്കും അങ്ങൊരു നിയമം പറയണം. കാരണം അഹാന ചോദിക്കുന്ന വളരെ ക്രൂഷ്യലായിട്ടൊരു ചോദ്യമുണ്ട്. എല്ലാവരും ഭക്തരാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എല്ലാവർക്കും അമ്പലപ്പാട്ടും പള്ളിപ്പാട്ടും ഇഷ്ടമാണോ എന്ന് ചിന്തിക്കാൻ ഇതിന്റെ അധികാരികൾക്ക് സാധിക്കത്തില്ല. ഓരോരുത്തർക്കും ഓരോ രീതിയുണ്ട് എന്ന് കരുതി നമ്മൾ അമ്പലത്തിൽ ഒരു ഉത്സവം നടക്കുമ്പോൾ അതിന് ചുറ്റുമുള്ള ആൾക്കാർ എന്തിനാണ് ശബ്ദ കോലാഹലങ്ങൾ കൊണ്ട് ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത്? നമ്മൾ അമ്പലത്തിൽ അകത്ത് വരുമ്പോൾ, അല്ലെങ്കിൽ പള്ളിയുടെ അകത്ത് വരുമ്പോൾ മാത്രം, അല്ലെങ്കിൽ പള്ളിയുടെ ആ തൊട്ടടുത്തുള്ള പരിസര പ്രദേശങ്ങളിൽ വരുമ്പോൾ മാത്രം അറിഞ്ഞാൽ പോരെ? അവർക്ക് വേണ്ടി മാത്രം വെച്ചാൽ പോരെ? അല്ലെങ്കിൽ ആ പള്ളിയെ സംബന്ധിച്ച, അമ്പലത്തെ സംബന്ധിച്ച ഈ പാട്ടുകളെല്ലാം പള്ളിക്കകത്തോ അമ്പലത്തിലേക്കോ ഉത്സവം ആഘോഷിക്കാൻ വരുന്ന ജനങ്ങൾക്ക് കേൾക്കത്തക്ക രീതിയിൽ മാത്രം വെച്ചുകൂടെ എന്നാണ് അഹാനകൃഷ്ണ ചോദിച്ചത്. അത് ശരിയല്ലേ? എന്തിനാണ് അങ്ങ് കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള ഒരു അമ്പലമോ പള്ളിയുടെയോ കോളാമ്പി അല്ലെങ്കിൽ ഈ ബോക്സ് നടു റോഡിൽ അല്ലെങ്കിൽ ഈ മെയിൻ റോഡുകളിൽ കൊണ്ട് വെക്കുന്നത്? ഒരുപക്ഷെ ഒരു വീട്ടിൽ ഹൃദ്രോഗി ഉണ്ടാവാം, കുഞ്ഞുങ്ങളുണ്ടാവാം, അതുങ്ങൾ ഈ പറയുന്നത് ഈ ശബ്ദം പ്രശ്നങ്ങൾ ആയിരിക്കുന്ന ആൾക്കാരുണ്ടാവാം. അവരെ ഒന്നും പരിഗണിക്കാതെ ഞങ്ങളുടെ നാട്ടിലെ ഉത്സവം, മഹോത്സവം, അതുകൊണ്ട് ചെണ്ടമേളമായാലും ചില ചെണ്ടമേളങ്ങൾ കേൾക്കുമ്പോൾ അത് നമ്മൾ നേരിട്ട് കേൾക്കുന്ന പോലെ അല്ല, പ്രത്യേകിച്ചും ഈ ബോക്സിലൂടെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു ഹൃദയമിടിപ്പിന്റെ ഒരു താളം കൂടും. അത് ഒരു ആവേശത്തിന്റെ താളമല്ല, ഒരു ഭയത്തിന്റെ താളമാണ്. അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടിലുണ്ടാവാം. അപ്പൊ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി ക്ഷേത്ര ഭാരവാഹികളായാലും പള്ളി ഭാരവാഹികളായാലും ഈ ഉത്സവ ആഘോഷത്തിനിടയ്ക്കുള്ള ഈ മൈക്ക് വെപ്പ്
വെടിവെപ്പ് പരിപാടികൾ അവസാനിപ്പിക്കുക, കുറയ്ക്കുക. സ്വന്തം പള്ളിയുടെ ചുറ്റിനുമായിട്ടോ അല്ലെങ്കിൽ അമ്പലത്തിന്റെ ആ ഒരു ഇത്ര പ്രൊമൈസസിൽ ഇത്ര മീറ്ററിൽ മാത്രം മൈക്കുകളും ബോക്സുകളും വെക്കാൻ നിയമം എന്തായാലും അതിന് സപ്പോർട്ട് ചെയ്തേ മതിയാവും എന്നാണ് അഹാന പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയപ്പെടുന്ന തോന്നിയവാസം, അതായത് തോന്നിയവാസം എന്ന് പറഞ്ഞാൽ ഇൻ ദ സെൻസ് ഡപ്പാങ്കുത്ത് പാട്ടുകളാണോ ശരിക്കും പറഞ്ഞാൽ അമ്പലങ്ങളിലോ പള്ളികളിലോ ഇടേണ്ടത്? അത് ശരിക്കും ഒരു സുഖകരമായ ഒരു രീതിയല്ലല്ലോ. നമ്മൾ ഇടേണ്ട പാട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആചാരങ്ങളെ കുറിച്ച് ഓരോരോ പ്രസംഗിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് ആചാരങ്ങൾക്ക് ഒരു രീതി ഉണ്ടെന്ന്. അതുപോലെ തന്നെയല്ലേ അമ്പലങ്ങളിൽ ഇടുന്ന പാട്ടുകൾക്ക്? തമിഴ് ഡപ്പാങ്കുത്ത് പാട്ടുകളാണോ ഒരു അമ്പലത്തിൽ ഇടേണ്ടത് അല്ലെങ്കിൽ പള്ളിയിൽ ഇടേണ്ടത്? അതുകൊണ്ട് തന്നെ ആ ചോദ്യങ്ങൾക്ക് വല്ലാത്ത പ്രസക്തിയുണ്ട്. തീർച്ചയായിട്ടും നിയമം ഇത് കാണുമെന്നും തുടർച്ചയായിട്ടുള്ള ഒരു റിക്വസ്റ്റിന്റെ ഭാഗമായിട്ടാണ് 10 മണിക്ക് ശേഷമുള്ള പ്രോഗ്രാമുകൾ എല്ലാം കോടതി അവസാനിപ്പിച്ചത്. അതുപോലെ തന്നെ തുടർച്ചയായിട്ടൊരു നിവേദനങ്ങൾ കിട്ടിയാൽ കോടതി ഇക്കാര്യത്തിൽ ഇടപെടുമെന്നും ഇതിനൊരു അറുതി ഉണ്ടാക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം.